ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഫ്രൂട്ട്സാണ്. കുറച്ച് ഫ്രൂട്ട്സേ ഉള്ളൂ, പിന്നെ ഇതത്രയ്ക്ക് കായൊന്നും പിടിച്ച് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് കാണിക്കുന്നത്, ഞാൻ അതിനു മുമ്പൊരു ഗാർഡനിങ് വ്ളോഗൊക്കെ ഇട്ടായിരുന്നു, കാണാത്തവരൊന്ന് പോയി കാണുക. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ കുറേ ഉണ്ടായിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നത് റംബൂട്ടാനാണ്. മുട്ടിട്ടിട്ടേ ഉള്ളൂ. ഇത് കുറേ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇനി കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇതൊക്കെ പോകും. വല ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കിളികളൊക്കെ കൊത്തി തിന്നു കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു ഫ്രൂട്ടാണ്. ചെറിയാണിത്. റെഡ് കളറ് വരുന്നേ ഉള്ളൂ. ഇതിന് ഒരു അരിനെല്ലിക്കയുടെ ഒരു ടേസ്റ്റാണ്. ഇനി ഇത് തേനിലൊക്കെ ഇടുമ്പോൾ ആണ് ശരിക്കുള്ള ഒരു ചെറിയായിട്ട് മാറുക. ഇപ്പോൾ അതൊരു അരിനെല്ലിക്കയുടെ ടേസ്റ്റായിട്ടാണ് ഉണ്ടാവുക. അത് ചവർപ്പ് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ റെഡ് കളർ നന്നായിട്ട് വരണം. ഇതിപ്പോൾ കുറച്ച് റെഡായിട്ടേ ഉള്ളൂ, അധികമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നുള്ളത് നക്ഷത്രപ്പൊളിയാണ്. ഇത് അട്ടപ്പാടി പ്രദേശത്താണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇത് കുറേ ഉണ്ടായിട്ടുണ്ട്. പൂവുകളാണ് കൂടുതൽ. ക്യാമറയിൽ കാണുന്നുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നത് ഉറുമാമ്പഴമാണ് കേട്ടോ. ഇത് ആകെ 2 എണ്ണേ ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ളൂ. ഇനി കുറേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒക്കെ കൊഴിഞ്ഞു പോവുകയാണ്. ഇതാണ് അതിൻ്റെ പൂവ്. നല്ല റെഡ് കളറ് പൂവാകും, പക്ഷെ ഒക്കെ കൊഴിഞ്ഞു പോട്ടോ. ഇതിൻ്റെ ഇതളൊക്കെ നല്ല റെഡ് കളറാണ്. ഇത് അതിൻ്റെ രണ്ടാമത്തേതാണ്. പിന്നെ ഞാൻ കാണിക്കുന്നത് അടക്കാപ്പഴമാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല റെഡ് കളറാണ്, മറ്റേ ലൈറ്റ് പിങ്ക് കളറൊക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണിത്. മുകളിലാണ്, വലുതുകളൊക്കെ മുകളിലാണ്.